नमस्ते। सभी परीक्षा की तैयारी में है ना? पिछली परीक्षा अच्छी तरह से लिखा है ना? हाँ, हमें 2 दिन, पिछली 2 दिन 2 परीक्षाएं हो गई, उसे अच्छी तरह लिखा. अच्छा, എല്ലാവരും കഴിഞ്ഞ പരീക്ഷ നന്നായിട്ട് എഴുതിയോ? ഇപ്പോൾ നമുക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഇന്നും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും അല്ലേ? എങ്കിലും നമുക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ക്ലാസ്സും പഠിക്കണ്ടേ? പാഠഭാഗങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ പരീക്ഷയുടെ തയ്യാറെടുപ്പുകളും നടത്താം. നന്നായിട്ട് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എക്സാം എന്ന് കരുതി ഉഴപ്പി എക്സാം എഴുതാൻ ആരും ശ്രമിക്കരുത്. നിശ്ചിത സമയത്തിനുള്ളിൽ വേണം എക്സാം എഴുതി സബ്മിറ്റ് ചെയ്യാൻ. നമ്മൾ തന്നിരിക്കുന്ന പോർഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യണം. നന്നായിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ആൻസർ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന പോർഷൻസ് അത്രയും കവർ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഉപേക്ഷ വിചാരിക്കാതെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് തന്നെ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നിരിക്കുന്ന നോട്ട്സും നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. അപ്പോൾ എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ നമുക്ക് ക്ലാസ്സും പോകണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതോ എല്ലാം എക്സാമിൻ്റെ ഇടയ്ക്ക് മുങ്ങിപ്പോയോ? അതൊന്നും പോകാൻ പാടില്ല. എല്ലാം നമ്മുടെ മെമ്മറിയിൽ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വയ്ക്കുക. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ബാക്കി പഠിക്കാൻ എന്തൊക്കെയാണ്? അപ്പം നിങ്ങൾ ടീച്ചർ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നമ്മൾ പുതിയ ക്ലാസ് കാണുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ, കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വേണം പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, കഴിഞ്ഞ ചാപ്റ്ററെല്ലാം മറന്നു പോകും. അപ്പം അതിനിട വരുത്താതെ എല്ലാവരും എന്ത് ചെയ്യുക? പുതിയ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് എല്ലാ ചാപ്റ്റേഴ്സും, കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്ത് വായിച്ച് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എക്സാം വരുന്നുണ്ടേ, ഇനിയിപ്പോൾ ആനുവൽ എക്സാം ഒക്കെ വരുന്നുണ്ട്, ആ സമയത്ത് ആദ്യം മുതലുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ മുതലുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് എന്താണ്? നിങ്ങൾ പഠിക്കുന്ന ഏത് പാഠഭാഗമാണോ അതിനു മുമ്പ് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. അതെല്ലാം എടുത്തൊന്നുകൂടെ ഒന്ന് വായിച്ച് പൊടി തട്ടി വെക്കണം, ഓർമ്മ പുതുക്കി വെക്കണം. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എക്സാം ഒക്കെ എഴുതണം. ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എന്ന് കരുതി ആരും ഉഴപ്പാനൊന്നും പാടില്ല. നമ്മുടെ സാധാരണ നമ്മൾ എഴുതുന്ന എക്സാമിൻ്റെ ആ ഒരു തയ്യാറെടുപ്പോടു കൂടി തന്നെ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് റെഡിയാകാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വേണം എക്സാം എഴുതാനായിട്ട് നമ്മൾ ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കാൻ. പിന്നെ ചിലർക്ക് എന്തെങ്കിലും നെറ്റിൻ്റെ പ്രോബ്ലമോ മഴയൊക്കെയാണ്, കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് അല്ലേ? അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. അതുപോലെ എല്ലാവരും ടെക്സ്റ്റും ഒരു പെൻസിലും കയ്യിലെടുത്തിട്ടുണ്ടല്ലോ ക്ലാസ്സിലിരിക്കാനായിട്ട്. അത് എന്നും അങ്ങനെ തന്നെ ചെയ്യുക. പെൻസിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോഴും അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും പരീക്ഷയുടെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. നല്ല രീതിയിൽ ഫുൾ മാർക്കോടുകൂടി എല്ലാവരും വിജയിക്കാൻ ദൈവം അല്ലെങ്കിൽ സരസ്വതി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് നന്നായിട്ട് വായിച്ച് ആൻസർ എഴുതാനായിട്ട് കഴിയുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് പേരൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ തനിയെ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ എഴുതാൻ എല്ലാവരും പ്രാപ്തരാവണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ തനിയെ വായിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തല്ലോ അല്ലേ? അഥവാ എന്തെങ്കിലും കാരണവശാൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ നിങ്ങളുടെ ടീച്ചേഴ്സിനെ വിളിച്ച് നിങ്ങൾ വിവരം പറയണം കേട്ടോ, അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡിയല്ലേ?
നോട്ട് ബുക്കൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ. പെൻസിലും നോട്ട് ബുക്കും കയ്യിലുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. अरे बच्चे, हमें अगला पाठ पढ़ना है आज की कक्षा में. ये चित्र देखिए, ये सुपरिचित हो. ये चित्र में कौन है? इसका चित्र तुम पहले देखते हैं ना? कुछ आइडिया है? हाँ, सोच करो. हाँ, ये है डॉक्टर विश्वेश्वरैया का चित्र. ये है डॉक्टर विश्वेश्वरैया. डॉक्टर विश्वेश्वरैया यह हमारी बीमारों के इलाज करने वाला डॉक्टर नहीं है. यह डॉक्टर की उपाधि लेने वाली और उपाधि दी गई डॉक्टर हैं. डॉक्टर की उपाधि दी गई व्यक्ति है डॉक्टर विश्वेश्वरैया. നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ എന്ന് വിളിക്കുന്നത് നമ്മൾ രോഗികളെ ചികിത്സിക്കുന്നവരെ മാത്രമല്ല, അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ആക്ച്വലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണോ? അല്ല, അദ്ദേഹത്തിന് ഗവേഷണ രംഗത്ത് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനിൽ ഡോക്ടറേറ്റ് എന്ന പദവി നമ്മൾ പലർക്ക് കൊടുക്കാറുണ്ട്. അത് ഉന്നതമായ പദവിയാണ്. ആ പദവി കിട്ടുന്നവരെ നമ്മൾ ഡോക്ടർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ വളരെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു ആര്? ഡോക്ടർ വിശ്വേശ്വരയ്യ. देखिए, पाठ 6 है डॉक्टर विश्वेश्वरैया. डॉक्टर विश्वेश्वरैया. प्रत्येक देश की प्रगति वहां के लोगों की शिक्षा पर निर्भर है. पुरानी बातें पुराने जमाने के लिए थीं. खोजो, सीखो और संगठित हो. यह संदेश थे महान इंजीनियर डॉक्टर विश्वेश्वरैया. बेंगलुरु से 60 किलोमीटर दूर एक छोटे से गांव मुद्देनहल्मी में 15 सितंबर सन 1861 को विश्वेश्वरैया का जन्म हुआ. इनके पूर्वज आंध्र प्रदेश के कुरूनल जिले के एक गांव मोक्षगुंडम में रहते थे. बाद में विश्वेश्वरैया के पिता मोक्षगुंडम श्रीनिवास शास्त्री मैसूर राज्य में आ गए. परंपरा के अनुसार विश्वेश्वरैया के नाम में भी मोक्षगुंडम जोड़ दिया गया. अब विश्वेश्वरैया का पूरा नाम हो गया मोक्षगुंडम विश्वेश्वरैया. विश्वेश्वरैया का बचपन कठिनाइयों में बीता. जब वे 14 वर्ष के थे, उनके पिता की मृत्यु हो गई. तब वे अपने मामा के यहां चले गए. अपनी पढ़ाई का खर्च निकालने के लिए उन्हें घर घर जाकर ट्यूशन पढ़ाना पड़ता था. बच्चों को पढ़ाने के लिए वे मीलों पैदल चलते थे. पृष्ठ पर अंकित चित्र देखकर बताइए कौन है. ഈ പേജിൽ തന്നിരിക്കുന്ന ചിത്രം മനസ്സിലാക്കി ഇത് ആരാണെന്ന് കണ്ടുപിടിക്കുക. മഹാൻ വ്യക്തിയോം സെ ഹമേം ക്യാ പ്രേരണ മിൽത്തി ഹെ. മഹാന്മാരായ ആളുകളിൽ നിന്ന് നമുക്ക് പ്രേരണ ലഭിക്കാറുണ്ട്, അല്ലേ? സ്വാമി വിവേകാനന്ദൻ, അല്ലേ? അതുപോലെ മഹാത്മാഗാന്ധിജി, അതുപോലെയുള്ള വളരെ മഹാന്മാരായ ആളുകളിൽ നിന്ന് നമുക്ക് പല ഗുണങ്ങളും നമുക്ക് പകർന്നു കിട്ടാറുണ്ട്. നമ്മളതൊക്കെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നവരായിരിക്കാം, അല്ലേ? ഗാന്ധിജിയിൽ നിന്ന് സത്യം, അഹിംസ മുതലായ ഗുണങ്ങൾ നമുക്ക് പകർന്നു കിട്ടി, അല്ലേ? സ്വാമി വിവേകാനന്ദനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷൺ, അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയുടെ ഒക്കെ സ്വാധീനം നമ്മളിലൊക്കെ ഉണ്ടാവാറുണ്ട്. देखिए, प्रत्येक देश की प्रगति वहाँ के लोगों की शिक्षा पर निर्भर है. पुरानी बातें पुराने जमाने के लिए थी. खोजो, सीखो और संगठित हो. यह संदेश दे महान इंजीनियर डॉक्टर विश्वेश्वरैया. प्रत्येक देश की प्रगति वहाँ के लोगों की शिक्षा पर निर्भर है. ഓരോ ദേശത്തിൻ്റെയും പ്രഗതി മീൻസ് പ്രോഗ്രസ്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് എടുത്തുകൊണ്ടിരിക്കണം. ടെക്സ്റ്റും ഒരു പെൻസിലും കയ്യിൽ വേണം. പറയുന്ന
പ്രധാനപ്പെട്ട വേർഡിൻ്റെയൊക്കെ മീനിങ് നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് അവിടോട്ട് എഴുതി വെക്കുക. പ്രഗതി മീൻസ് പുരോഗതി, പ്രോഗ്രസ്. വഹാം കെ ലോഗോം കി ശിക്ഷ പർ നിർഭര ഹെ. ഓരോ ദേശത്തിൻ്റെയും പുരോഗതി അവിടെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിർഭരമാണ്, അവരിൽ എന്താണ്, നിർഭരമാണ്. പുരാനി ബാത്തേം പുരാനെ ജമാൻ കെ ലിയേ ധി എന്ന് പറഞ്ഞാൽ എന്താ, പഴയ കാര്യങ്ങൾ മീൻസ് പഴയ കാര്യത്തിന് വേണ്ടി. അതൊരു എന്താ പറയുക, ഫ്രേസാണ് ആ ഒരു സെൻറ്റൻസ്. അപ്പോൾ അതിന് എന്ന് വെച്ചാൽ പഴയ കാര്യങ്ങൾ എപ്പോഴും എന്താ, അറിവ് ഉള്ളിടത്താണ് കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഖോജോ സീഖോ ഔർ സംഘടിത ഹോ. ഇത് സന്ദേശത്തെ മഹാൻ എഞ്ചിനീയർ ഡോക്ടർ വിശ്വേശ്വരയ്യ. ഖോജോ, ഖോജന എന്ന് പറഞ്ഞാൽ എന്താ, സെർച്ച് ചെയ്യുക അല്ലേ, നമ്മൾ അന്വേഷിക്കണം. സീഖോ അന്വേഷിക്കൂ, പഠിക്കൂ. ഓർ സംഘടിത ഹോ അന്വേഷിക്കൂ, പഠിക്കൂ, അതുപോലെ സംഘടിതരാകൂ എന്ന സ്ലോഗൻ ആരുടേതാണ്? മഹാനായ വളരെ ഗ്രേറ്റസ്റ്റ് എഞ്ചിനീയർ ഡോക്ടർ വിശ്വേശ്വരയ്യയുടെ സ്ലോഗനാണ് അന്വേഷിക്കൂ, പഠിക്കൂ, സംഘടിതരാകൂ. കാരണം നമ്മൾ ഒരു ദേശത്തിൻ്റെ പ്രഗതിയെ പറ്റിയാണെങ്കിലും പുരോഗതിയെ പറ്റിയാണെങ്കിലും എന്തൊരു സംഭവമാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കണം. പിന്നെ ആ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യത്തെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണം. അതുപോലെ അതിനു വേണ്ടി നമ്മൾ സംഘടിക്കണം. അത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും ഒത്തുചേരണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ലോഗൻ. ദെൻ ബംഗളൂരു സേ 60 किलोमीटर दूर तक छोटे से गांव मुद्देन हल्मी में 15 सितंबर सन 1861 को विश्वेश्वरैया का जन्म हुआ था. इनके पूर्वज आंध्र प्रदेश के कुरूनल जिले के एक गांव मोक्षगुंडम में रहते थे. बाद में विश्वेश्वरैया के पिता मोक्षगुंडम श्रीनिवास शास्त्री मैसूर राज्य में आ गए. परंपरा के अनुसार विश्वेश्वरैया के नाम में भी मोक्षगुंडम जोड़ दिया गया. अब विश्वेश्वरैया का पूरा नाम हो गया मोक्षगुंडम विश्वेश्वरैया. देखिए, बेंगलुरु से 60 किलोमीटर दूर एक छोटे से गांव. ബംഗളൂരുവിൽ നിന്ന് 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ചെറിയ ഗ്രാമമുണ്ട് അവിടെ. छोटे से गांव, गांव मीन्स ग्रामम. उस गांव का नाम है मुद्देन हल्मी. गांव का नाम क्या है? जोर से बोलिए, मुद्देन हल्मी. मुद्देन हल्मी में 15 सितंबर സെപ്റ്റംബർ 15 സൺ 1861, അതായത് 1861 1861 सितंबर 15 विश्वेश्वरैया का जन्म हुआ था. विश्वेश्वरैया जनिचु. बोलिए, विश्वेश्वरैया का जन्म कब और कहाँ हुआ था? विश्वेश्वरैया का जन्म बेंगलुरु से मुद्देन हल्मी नाम एक गांव में 15 सितंबर 1861 को हुआ था. അപ്പോൾ വിശ്വേശ്വരയ്യ എവിടെ ജനിച്ചത് എന്നാണ്, എവിടെയാണ് ജനിച്ചത്? വിശ്വേശ്വരയ്യ ബംഗളൂരു സെ छोटे गांव मुद्देन हल्मी में 15 सितंबर सन 1861 को उनका जन्म हुआ था. इनके पूर्वज आंध्र प्रदेश के कुरूनल जिले के एक गांव मोक्षगुंडम में रहते थे. इनके पूर्वज मीन्स പൂർവികർ അല്ലേ, ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ തലമുറയിലെ ആളുകൾ, അച്ഛൻ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആന്ധ്രാപ്രദേശിലെ കുറൂണൽ എന്ന് പറയുന്ന ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ മോക്ഷഗുണ്ടം എന്ന ഗ്രാമത്തിലായിരുന്നു ജനിച്ചിരുന്നത്. അപ്പോൾ എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവ്വജർ ജീവിച്ചിരുന്നത്? ആന്ധ്രാപ്രദേശിലെ കുറൂണൽ എന്ന് പറയുന്ന, അതായത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ എന്ന ഗ്രാമത്തിൽ അല്ലേ, അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തെ പത്തനംതിട്ട ജില്ലയിലെ മൂക്കന്നൂർ എന്ന ഗ്രാമത്തിൽ, അല്ലെ നാരങ്ങാനം എന്ന ഗ്രാമത്തിൽ, അല്ലെ കടമ്മനിട്ട എന്ന ഗ്രാമത്തിൽ, അല്ലെ അത് പറയുന്നത് പോലെ തന്നെ ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെ കുറൂണൽ എന്ന ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമുണ്ട്. അതിൻ്റെ പേരാണ് മോക്ഷഗുണ്ടം. മോക്ഷഗുണ്ടത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർവികർ
താമസിച്ചിരുന്നത്. बाद में विश्वेश्वरയ്യ के पिता मोक्षगुंडम ശ്രീനിവാസ ശാസ്ത്രി മൈസൂർ രാജ്യമേ ആകെ. അപ്പം അവിടെ നിന്ന് പിന്നീട് വിശ്വേശ്വരയ്യയുടെ പിതാവ് ഉൻകാ നാം ഥാ മോക്ഷഗുണ്ടം ശ്രീനിവാസ ശാസ്ത്രി. അപ്പം डॉक्टर विश्वेश्वरയ്യ का पिता का नाम है മോക്ഷഗുണ്ടം ശ്രീനിവാസ ശാസ്ത്രി. ഈ കുറൂണൽ അതായത് മോക്ഷഗുണ്ടം എന്ന ഗ്രാമത്തിൽ നിന്ന് എവിടേക്ക് വന്നു? മൈസൂർ രാജ്യത്തിലേക്ക് വന്നു. परंपरा के अनुसार विश्वेश्वरയ്യ के नाम में भी മോക്ഷഗുണ്ടം जोड़ दिया गया. അപ്പം ആ മോക്ഷഗുണ്ടം എന്ന ഗ്രാമത്തിൽ താമസിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മോക്ഷഗുണ്ടം ശ്രീനിവാസ ശാസ്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. അങ്ങനെ ആ പാരമ്പര്യം അനുസരിച്ച് ഈ വിശ്വേശ്വരയ്യയുടെ പേരിനും മുമ്പിൽ ഏത് പേര് വന്നു? മോക്ഷഗുണ്ടം എന്ന പേര് ചേർന്നു. അബ് വിശ്വേശ്വരയ്യ കാ പൂരാ നാം ഹോ ഗയാ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്നായി തീർന്നു. അപ്പോൾ കണ്ടോ, ഡോക്ടർ വിശ്വേശ്വരയ്യയുടെ പൂർണ്ണമായ പേരെന്തായിരുന്നു? മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. അതെങ്ങനെയാണ് മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ എന്ന് മാറിയത്? വിശ്വേശ്വരയ്യയുടെ പൂർവികർ ആന്ധ്രാപ്രദേശിലെ കുറൂണൽ ജില്ലയിലെ മോക്ഷഗുണ്ടം എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ആ ഗ്രാമപ്പേരോടുകൂടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് വന്നു. അങ്ങനെ പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹത്തിനും മോക്ഷഗുണ്ടം എന്ന പേര് ചേർന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. കണ്ടോ, ഈ പാരഗ്രാഫിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡോക്ടർ വിശ്വേശ്വരയ്യ കഹാം और कब और कहाँ उनका जन्म हुआ था? उनका जन्म बेंगलुरु से मुद्देन हल्मी नामक एक गाँव में 15 सितंबर सन 1861 को हुआ था. उनके पिता का नाम क्या था? उनके पिता का नाम मोक्षगुंडम श्रीनिवास शास्त्री था. देन उनके नाम में മോക്ഷഗുണ്ടം നാം കൈസേ പടാ? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരിനോട് മോക്ഷഗുണ്ടം എന്ന പേര് ചേർന്നത്? പരമ്പരാക്കെ അനുസാർ विश्वेश्वरയ്യ के नाम में भी मोक्षगुंडम उनका पूर्वज मोक्षगुंडम नामक गांव में रहता था, इसलिए उनका नाम भी मोक्षगुंडम रह गया. विश्वेश्वरയ്യ का बचपन कठिनाइयों में बीता. बचपन मीन्स ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. അപ്പം വിശ്വേശ്വരയ്യയുടെ കുട്ടിക്കാലം വളരെ കഠിനായി ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ജബ് വേ 14 वर्ष के थे उनके पिता की मृत्यु हो गई थी. അദ്ദേഹത്തിന് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടു. ആരുടെ? വിശ്വേശ്വരയ്യയുടെ. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു അച്ഛൻ്റെ? മോക്ഷഗുണ്ടം ശ്രീനിവാസ ശാസ്ത്രി. തബ് വേ അപ്നെ മാമാക്കെ ഹം ചലേഗേ. പിന്നീട് നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിനെ കെയർ ചെയ്യാനും പഠിപ്പിക്കാനും ആരും ഇല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ മാമനോടൊപ്പം പോയി. അപ്നി പഠായി കാ खर्च കണ്ടോ, खर्च एक्सपेंस ചെലവ്. खर्च निकालने के लिए उन्हें घर जाकर ट्യൂഷൻ പഠാന പട്ടാത. കണ്ടോ, പണ്ടത്തെ കാലത്ത് 14 വയസ്സുള്ള ഒരു കുട്ടി അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തുടർ പഠനത്തിന് വകയില്ലാഞ്ഞ് വീടുകൾ തോറും തൻ്റെ പഠനത്തിനുള്ള ചെലവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഘർ ജാക്കർ ട്യൂഷൻ പഠാന പട്ടാത. ഓരോ വീടുകൾ തോറും നടന്ന് ചെറിയ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ച് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു അദ്ദേഹം പുനർവിദ്യാഭ്യാസം നടത്തിയിരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടോ? ട്യൂഷന് വിടുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ വീട്ടിലിരുന്ന് TV, കമ്പ്യൂട്ടർ അടക്കമുള്ള വലിയ മൊബൈൽ ഫോൺ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വീട്ടിലുണ്ട്. എന്താണെങ്കിലും നമുക്ക് മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊന്ന് വിരൽത്തുമ്പിൽ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ കിട്ടും അല്ലേ? അതേസമയം ഇങ്ങനെയുള്ള മഹാന്മാർ, അവരുടെ ഈ മഹത് വ്യക്തികളുടെ എല്ലാം തന്നെ കുട്ടിക്കാലം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. എബ്രഹാം ലിങ്കൺ അല്ലേ, അമേരിക്കൻ പ്രസിഡൻ്റായ എബ്രഹാം ലിങ്കൺ തെരുവുവിളക്കിൻ്റെ ചുവട്ടിലിരുന്നാണ് പഠിച്ചിരുന്നത്. വീട്ടിൽ വിളക്കും വെട്ടവും ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിൽ പോയിരുന്നായിരുന്നു അദ്ദേഹം തൻ്റെ പാഠപുസ്തകം പഠിച്ചിരുന്നത്. ഇന്ന് നമുക്കെന്താണ് AC റൂമിലിരുന്ന് പഠിക്കാനുള്ള അവസ്ഥ പോലും നമുക്കിന്നുണ്ട് അല്ലേ? അപ്പം അത്രയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഉഴപ്പുകയാണ്.
നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങളിതൊക്കെ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസ്, നിങ്ങൾക്കൊരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മഹാന്മാരുടെയൊക്കെ ജീവചരിത്രം അല്ലെ അവരുടെ കഥകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നത്. അപ്പം നിങ്ങൾ ഇതിൽ നിന്നുള്ള പ്രേരണ ഉൾക്കൊണ്ട് നല്ല കുട്ടികളായിട്ട്, നമ്മൾ പഴയ കാലത്തുള്ള ആളുകൾ അനുഭവിച്ച അനുഭവങ്ങൾ വളരെ ക്ലേശകരമായ അനുഭവങ്ങളായിരുന്നു. അപ്പം അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. നമുക്ക് ഓരോ സൗഭാഗ്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അതിൽ അഹങ്കരിക്കുകയോ അതിൽ എന്താ പറയുക ഒക്കെ ചെയ്യാതെ നമുക്ക് തന്ന ദാനത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി ഇപ്പം പഠിക്കുക അല്ലെങ്കിൽ നല്ല കുട്ടികളായിട്ട് വളർന്നു വരിക എന്നുള്ളതാണ്. അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക കണ്ടോ. അപ്പം അങ്ങനെ വീടുകൾ തോറും നടന്ന് ട്യൂഷൻ എടുത്തായിരുന്നു വിശ്വേശ്വരയ്യ തൻ്റെ പഠന ചെലവ് കണ്ടെത്തിയിരുന്നത്. ബച്ചോം കോ പഠാനെ കെ ലിയെ വേ മീലോം പൈദൽ ചലത്തെ ഥേ. കണ്ടോ, പൈദൽ മീൻസ് ബൈ വോക്ക് അല്ലേ. അപ്പോൾ കുട്ടികളെ വീടുകളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കിലോമീറ്ററുകൾ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് വണ്ടിയോ സൈക്കിളോ എന്താ പറയുക ബൈക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. നടന്നു പോയി കിലോമീറ്ററുകൾ ദൂരെയുള്ള കുട്ടികളെ വരെ പഠിപ്പിച്ച് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പ്രേരണയാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച ഈ 3 പാരഗ്രാഫ് വിശ്വേശ്വരയ്യയെ പറ്റി, വിശ്വേശ്വരയ്യ ആരാണ് മനസ്സിലായല്ലോ, ഒരു ഗ്രേറ്റ് എൻജിനീയർ ആയിരുന്നു. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കാൻ വരുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുമുണ്ട്. അതുപോലെ നിങ്ങൾ ഈ 3 പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. മനസ്സിലാക്കാത്ത ഭാഗം അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മനസ്സിലാക്കാത്ത ഭാഗം ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക. നന്നായിട്ട് ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിച്ച ഭാഗം ഒരു 3-4 തവണ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ടാവും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക. അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക്സ്.